ശ്രീകൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാൻ ഉവാചയിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. ശ്രീ ഭഗവാൻ ഉവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അമിതമായ പുത്രവാത്സല്യം ഒരു പിതാവിന് നല്ലതാണോ? നമുക്കൊന്ന് നോക്കിയാലോ. ഭഗവത്ഗീത ഗീത ഉപനിഷത്താണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധകാലത്തിൽ വച്ച് തന്റെ ശിഷ്യനും ഭക്തനുമായ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ 108 ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 108 ശ്ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ശ്രീ ഭഗവാൻ ഉവാചയിലൂടെ 108 ശ്ലോകങ്ങളിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. അതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ശ്ലോകം 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. ഇതിൽ ധൃതരാഷ്ട്രർ തന്റെ കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുകയാണ്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധോത്സുകരായി ഒത്തുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? കുരുവംശത്തിൽ പെട്ടവരാണ് ധൃതരാഷ്ട്രപുത്രന്മാരും പാണ്ഡുപുത്രന്മാരും. എന്നാൽ ഈ ശ്ലോകത്തിലൂടെ ധൃതരാഷ്ട്രരുടെ മനോഭാവം വ്യക്തമാണ്. ഇവിടെ ധൃതരാഷ്ട്രർ തന്റെ മക്കളെ കൗരവരായി അവകാശപ്പെടുകയും പാണ്ഡുപുത്രന്മാർക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. അന്ധനായ ധൃതരാഷ്ട്രർക്ക് തന്റെ മക്കളോട് അമിതമായ വാത്സല്യമുണ്ടായിരുന്നു. അതുകൊണ്ടു തന്നെ തന്റെ മക്കൾ എന്ത് അധർമ്മം പ്രവർത്തിച്ചാലും അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ധൃതരാഷ്ട്രർ അത് മൗനം പാലിച്ച് സമ്മതിക്കുമായിരുന്നു. പാണ്ഡവർ അവരുടെ പിതാവിന്റെ മരണശേഷം ധൃതരാഷ്ട്രരുടെ സംരക്ഷണത്തിലായിരുന്നു. നിരവധി തവണ ദുര്യോധനൻ ഉൾപ്പെടെയുള്ള ധൃതരാഷ്ട്രപുത്രന്മാർ പാണ്ഡവരെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഇതിനെല്ലാം ധൃതരാഷ്ട്രർ മൗന അനുവാദം നൽകി. ഒരിക്കൽ ഒരു കള്ളച്ചൂതുകളിയിൽ ധൃതരാഷ്ട്രപുത്രന്മാർ പാണ്ഡവരെ വഞ്ചിക്കുകയും 13 വർഷക്കാലം പാണ്ഡവരെ വനവാസത്തിന് അയക്കുകയും ചെയ്തു. വനവാസത്തിനു ശേഷം പാണ്ഡവർ കൊട്ടാരത്തിലോട്ട് തിരിച്ചെത്തുകയും അവരുടെ രാജ്യാവകാശം ചോദിക്കുകയും ചെയ്തു. ദുര്യോധനൻ ഇത് നിഷേധിച്ചു. വീണ്ടും പാണ്ഡവർ അവരുടെ ആവശ്യം 5 ഗ്രാമങ്ങളിലായി ചുരുക്കി. എന്നാൽ ദുര്യോധനൻ വീണ്ടും ഇത് നിഷേധിക്കുകയും ഒരു സൂചി കുത്തുവാനുള്ള ഇടം പോലും പാണ്ഡവർക്ക് നൽകുകയില്ല എന്ന് പറയുകയുമുണ്ടായി. പൊതുവെ ഗുണശാലികളാണ് പാണ്ഡവർ. ഭഗവാൻ പാണ്ഡവരോടൊപ്പമായിരുന്നു. പാണ്ഡവർക്കു വേണ്ടി ഭഗവാൻ ധൃതരാഷ്ട്രപുത്രന്മാരുമായി ഒത്തുതീർപ്പിന് പോകുകയുണ്ടായി. എന്നാൽ ദുർബുദ്ധികളായ ധൃതരാഷ്ട്രപുത്രന്മാർ ഭഗവാനെ അപമാനിച്ചു. ഇതിനും ധൃതരാഷ്ട്രർ മൗന അനുവാദം നൽകി. എന്തെന്നാൽ ധൃതരാഷ്ട്രർ ഒരിക്കലും 2 കൂട്ടരും തമ്മിലുള്ള ഒത്തുതീർപ്പ് ആഗ്രഹിച്ചിരുന്നില്ല. ഉള്ളിൽ അദ്ദേഹം തന്റെ മൂത്ത പുത്രനായ ദുര്യോധനന് കിരീടാവകാശം ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ യുദ്ധം ആസന്നമായി. 2 കൂട്ടരും പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുവാൻ ഒത്തുകൂടി. എന്നാൽ ധൃതരാഷ്ട്രർക്ക് തന്റെ പുത്രന്മാരുടെ വിജയത്തിൽ സന്ദേഹവും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോടൊപ്പമായിരുന്നു. യുദ്ധം നടക്കുവാൻ പോകുന്നത് പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ചാണ്. അവിടെ ദേവീദേവന്മാർ പോലും ആരാധന നടത്തിയിരുന്നു. പുണ്യഭൂമിയുടെ സ്വാധീനം പാണ്ഡവർക്ക് അനുകൂലമാകുമോ എന്ന് ധൃതരാഷ്ട്രർ ഭയപ്പെട്ടിരുന്നു. എന്തെന്നാൽ പാണ്ഡവർ പൊതുവെ ഗുണശാലികളായിരുന്നു. ഈ ഒരു ഉത്കണ്ഠ കൊണ്ടാണ്
പുറമേയും ഉള്ളിൽ അമിതമായ പുത്രവാത്സല്യം കൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രർ തന്റെ കാര്യസ്ഥനായ സഞ്ജയനോട് പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ ഒത്തുകൂടിയ തന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നത്. സഞ്ജയൻ വ്യാസശിഷ്യനാണ്. അദ്ദേഹത്തിന് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ ദിവ്യനേത്രങ്ങൾ ഉപയോഗിച്ച് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടുതന്നെ യുദ്ധരംഗങ്ങൾ കാണുവാൻ സാധിച്ചിരുന്നു. ഈ ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു പിതാവ് അമിതമായ പുത്രവാത്സല്യത്താൽ അധർമ്മത്തിന് കൂട്ടുനിൽക്കരുത്. തന്റെ പുത്രന്മാരെ നേരായ വഴിക്ക് ഒരു പിതാവ് നയിക്കണം. ഒരു പിതാവ് തന്റെ പുത്രനെ സംരക്ഷിക്കുകയും ഭൗതികമായും അതിലുപരി ആത്മീയമായും മുന്നേറുവാൻ പ്രോത്സാഹിപ്പിക്കണം. ഭഗവാനോട് അടുക്കുവാൻ പഠിപ്പിക്കണം. എന്തെന്നാൽ നമുക്ക് നമ്മുടെ പുത്രന്മാരെ ഒരിക്കലും സംരക്ഷിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അവരെ സംരക്ഷിക്കുവാൻ കഴിയുന്നത് അവരുടെ യഥാർത്ഥമായ പിതാവായ ഭഗവാന് മാത്രമാണ്. ഹരേ കൃഷ്ണ. പ്രണാമം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.